കാര്യവട്ടം ക്യാമ്പസിൽ ജാതി അധിക്ഷേപം നടത്തിയ പ്രൊഫസർ വിജയകുമാരിക്കെതിരെ പ്രതിഷേധം. SFIയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത്. സർവകലാശാലയാണ്, ശാഖയല്ല ഇത് എന്ന് SFIയുടെ വിദ്യാർത്ഥികൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കാര്യവട്ടം ക്യാമ്പസിൽ അതിശക്തമായ പ്രതിഷേധം ഉയർത്തുന്നത്. മാനസ ചേരുകയാണ്. മാനസ, ഇപ്പോൾ വരുന്ന വാർത്ത വിജയകുമാരിക്ക് പോണ്ടിച്ചേരി സർവകലാശാലയിൽ ഉന്നതമായ ഒരു പദവിയിലേക്ക് രാഷ്ട്രപതി അവരെ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച അയാളുടെ ഭാവിയിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്തി ദേവഭാഷയായ സംസ്കൃതം പഠിക്കാൻ ഈ നാട്ടിലെ ദളിതന് അവകാശമില്ലെന്ന് പരസ്യമായി മുഖത്ത് നോക്കി പറയാൻ മടിക്കാത്ത ആ പ്രൊഫസർക്ക് ഇപ്പോൾ ഉന്നതമായ ഒരു പദവി നൽകിയിരിക്കുകയാണ് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ. മാനസ, ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്ത് വന്നതാണ്. അതിനോടുള്ള പ്രതിഷേധം സർക്കാരാണെങ്കിലും നിരന്തരം രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഡീനിന്റെ കൂടുതൽ രീതിയിൽ ഉന്നതിയിലേക്കുള്ള ഒരു നീക്കം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കാരണം കാര്യവട്ടം ക്യാമ്പസിലെ ജാതി അധിക്ഷേപവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയർന്ന ഒരു വ്യക്തിയാണ് ഡീൻ വിജയകുമാരി എന്ന് പറയുന്നത്. സംസ്കൃതം മേധാവിയാണ്. ഇവർക്കെതിരെയാണ് നിരന്തരം കുട്ടികൾ, അതായത് വിദ്യാർത്ഥികൾ പരാതികൾ ഉന്നയിച്ചതും ഏറ്റവും ഒടുവിൽ വന്ന പരാതി വന്നതിന് പിന്നാലെയാണ് ഈ ജാതി അധിക്ഷേപവുമായി ബന്ധപ്പെട്ട് വന്ന പരാതിക്ക് പിന്നാലെയാണ് നിരന്തരം ഇവര് ഇത്തരം രീതി തന്നെയാണ് വിദ്യാർത്ഥികളോട് കാണിച്ചത്. അതായത് ഈ ജാതി വെച്ചുള്ള ഒരു പെരുമാറ്റം തന്നെയായിരുന്നു കുട്ടികൾക്ക് മുന്നിൽ നടത്തിയിരുന്നത്. അതിൽ കുറെ കൂടി ആളുകൾ രംഗത്ത്, അതായത് പരാതിയുമായി രംഗത്തെത്തുന്ന ഒരു പ്രവണതയും സ്ഥിതിയും ഒക്കെ ഉണ്ട്. ആ ഒരു സാഹചര്യം നിലനിർത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഡീനിന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിലാണ് കാര്യവട്ടം ക്യാമ്പസിൽ ഇപ്പോൾ SFIയുടെ ഭാഗത്ത് നിന്ന് SFI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. സർവകലാശാലയല്ല, ഈ സർവകലാശാലയാണ്, അതോടൊപ്പം തന്നെ ശാഖയല്ല എന്ന് ഓർമ്മിക്കുന്ന രീതിയിലുള്ള പോസ്റ്ററുകളൊക്കെയും തന്നെ SFI നേതൃത്വം ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. ഡീനിന്റെ മുറിയിൽ, അതായത് ഡീനിന്റെ മുറിക്ക് മുന്നിൽ വാതിലിന് തൊട്ട് മുൻനിർത്തിയാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഈ വിജയകുമാരിക്കെതിരെ ഉടൻ തന്നെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട SFI സംസ്ഥാന നേതൃത്വവും ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. എന്നിട്ടുകൂടിയും ഈ വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നോ ഇവർക്കെതിരെ യാതൊരുവിധ നടപടിയും തന്നെ സ്വീകരിക്കുന്ന ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ഈ പരാതികളൊക്കെയും തന്നെ ചർച്ച ചെയ്യുന്ന ഒരു നടപടിയും വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. തീർത്തും വിദ്യാർത്ഥി വിരുദ്ധ സമീപനം തന്നെയാണ് വൈസ് ചാൻസലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ RSS വൽക്കരിക്കാനുള്ള ഒരു പ്രവൃത്തിയാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിജയകുമാരിക്ക് കിട്ടിയ ഈയൊരു ഉന്നതിയിലും അല്ലെങ്കിൽ അംഗീകാരത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.